إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു പുതിയ ഹിജ്റ വർഷം കൂടി സമാഗതമായിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ തീർച്ചയായും നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ നാം ഓർക്കും. ആ ഹിജ്റ എന്നത് നൂറുകണക്കിന് ഗുണപാഠങ്ങളുടെ ഒരു യാത്രയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഈ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമായിരുന്നു. അതിൽ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഹിജ്റയുടെ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏതാനും ചില സംഭവങ്ങൾ മാത്രം ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു നബിയുടെ കൂടെ ഹിജ്റ പോകാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സംഘങ്ങളെ, ചെറിയ ഗ്രൂപ്പുകളെ അവർക്കൊക്കെ നേതൃത്വം നൽകി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളെ മറ്റുള്ളവരുടെ കൂടെയാണ് പറഞ്ഞയച്ചത്. അപ്പോഴൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുകയാണ്, എനിക്ക് നബിയുടെ കൂടെ പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ഒരുങ്ങുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, താങ്കൾ തിരക്ക് കൂട്ടണ്ട, താങ്കൾക്കൊരാളെ ഞാൻ നിശ്ചയിക്കുന്നതാണ്, അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. കാരണം പ്രതീക്ഷയുണ്ടായിരുന്നു അത് ഞാനായിരിക്കുമെന്ന്. അങ്ങനെ അദ്ദേഹം അന്ന് തന്നെ ആരംഭിക്കുകയാണ്. 2 ഒട്ടകങ്ങളെ വാങ്ങി യാത്രക്കാവശ്യമായതെല്ലാം അദ്ദേഹം തയ്യാറാക്കുകയാണ്. അങ്ങനെ ഏകദേശം 4 മാസത്തോളം ആ തയ്യാറെടുപ്പ്, 1-2 ദിവസമല്ല, 4 മാസത്തോളം. അങ്ങനെ ഇരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെല്ലുകയാണ് ആ വീട്ടിലേക്ക്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഹിജ്റ പോകാൻ അനുവാദം ലഭിച്ചിരിക്കുന്നു, റബ്ബ് അനുവാദം തന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങളുടെ കൂടെ എന്നെയും കൊണ്ടുപോകാനുള്ള അനുവാദമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സുഹ്ബതു നഅം, അതെ, താങ്കളും എൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്, നമ്മൾ 2 പേരുമാണ് ഹിജ്റ പോകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയുകയുണ്ടായി എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഫവല്ലാഹി മാ ശഅർതു അഹദൻ യബ്കി മിനൽ ഫറഹ് ഹത്താ റഅയ്തു അബൂബക്കറിൻ യബ്കി മിനൽ ഫറഹ്. സന്തോഷം കൊണ്ട് ആളുകൾ കരയുമെന്ന് ഞാൻ അന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് കരഞ്ഞത് കണ്ടപ്പോഴാണ് ഒരാൾക്ക് സന്തോഷമുണ്ടായാലും കരച്ചിൽ വരുമെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. എന്തിനാണത്? നബിയെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിനറിയാം ആ യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും, ശത്രുക്കൾ പിന്നാലെ കൂടും, ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ കൂടെ ഉണ്ടാകണം എന്ന ആഗ്രഹമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. ആ യാത്രയിൽ ഇങ്ങനെ നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ശ്രദ്ധിച്ചു.
അള്ളാഹുവിൻ്റെ റസൂൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയും ചെയ്തു, മാലക, എന്തു പറ്റി താങ്കൾക്ക്? തംഷി സാഅതൻ മിൻ ഖൽഫി വ തംഷി സാഅതൻ ബൈന യദൈ, ഇടക്ക് താങ്കൾ എൻ്റെ പിറകിൽ നടക്കുന്നു, ഇടക്ക് താങ്കൾ എൻ്റെ മുന്നിൽ കയറി നടക്കുന്നു, എന്താണതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അദ്കുറു ത്വലബ ഫഅംഷി ഖൽഫക്, താങ്കളെ പിന്തുടർന്ന് വരുന്നവരെക്കുറിച്ച് എനിക്ക് ഓർമ്മയാകുമ്പോൾ, പിറകിൽ വരുന്നവരെക്കുറിച്ച് ഓർമ്മയാകുമ്പോൾ ഞാൻ താങ്കളുടെ പിറകിൽ നിൽക്കും. എന്തിനാണത്? അവർ ആക്രമിക്കുകയാണെങ്കിൽ ആദ്യം എന്നെ, പിന്നീട് ഞാൻ ചിന്തിക്കും അദ്കുറു അർറസദ, കാത്തു നിൽക്കുന്ന ആരെങ്കിലും വഴിയിലുണ്ടോ, മുന്നിലൂടെ വരുന്നവരുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും. അപ്പോൾ ഫഅംഷി ബൈന യദൈക്, അപ്പോൾ നബിയെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നടക്കും താങ്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, ഇദാ കാന ഷൈഉൻ അഹ്ബബ്ത അൻ യകൂന ബിക ദൂനി, എന്തൊരു കാര്യം സംഭവിച്ചാലും എനിക്കല്ലാതെ താങ്കൾക്കാണ് സംഭവിക്കേണ്ടത് എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ അബൂബക്കർ? എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ എനിക്ക്, നബിക്ക് പറ്റാൻ പാടില്ല, താങ്കൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് നഅം യാ റസൂലല്ലാഹ്, സത്യവുമായി താങ്കൾ അയച്ച റബ്ബ് തന്നെയാണ് സത്യം, എനിക്ക് പറ്റിയാലും നബിയെ നിങ്ങൾക്കൊന്നും പറ്റാൻ പാടില്ല. അങ്ങനെ സൗർ ഗുഹയുടെ അടുത്തെത്തി. രണ്ടുപേരും കൂടി കയറാൻ നോക്കിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി അവിടെ നിൽക്ക്, നിങ്ങൾ കയറാനായിട്ടില്ല, ഞാൻ ആദ്യം കയറി നോക്കട്ടെ. കയറി നോക്കി, അവിടെ ഇഴജന്തുക്കളില്ല, മറ്റു അപകടങ്ങളില്ല, ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി അകത്തേക്ക് കയറാൻ പറഞ്ഞു. അഥവാ ആദ്യം വല്ല അപകടവും ഉണ്ടെങ്കിൽ ഗുഹയിലേക്ക് കയറുമ്പോൾ അത് എനിക്കാണ് പറ്റേണ്ടത്, നബിക്ക് പറ്റാൻ പാടില്ല എന്ന ചിന്തയായിരുന്നു. അതിനുശേഷം ശത്രുക്കളുടെ കാൽപ്പെരുമാറ്റം ഗുഹാമുഖത്ത് കണ്ടപ്പോൾ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, അവരെങ്ങാനുമെന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മെ കാണുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനിപ്പിച്ചു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, എന്തിനാണ് താങ്കൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബേജാറായിരുന്നു, സങ്കടമായിരുന്നു, എൻ്റെ പ്രവാചകന് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ യാത്ര പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു രാത്രി മുഴുവനും പിറ്റേ ദിവസം ളുഹർ വരെ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു, സുദീർഘമായി, രാത്രി ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു ളുഹറിൻ്റെ സമയമായപ്പോൾ വലിയ ഒരു പാറക്കല്ല് മുന്നിൽ വന്നു. അവിടെ നല്ലൊരു തണലുണ്ടായിരുന്നു, അല്പം വിശ്രമിക്കാമെന്ന് തോന്നി. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് പറഞ്ഞു, നം യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ ഉറങ്ങിക്കോളൂ, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഞാൻ വീക്ഷിക്കാം. രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് യാത്ര ചെയ്തിട്ടും, മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ടും, പിറ്റേന്ന് ളുഹർ വരെ യാത്ര ചെയ്തിട്ടും ഞാനൊരല്പം കിടക്കട്ടെ എന്നല്ല ചിന്തിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങട്ടെ, ഞാൻ ഉറക്കമൊഴിഞ്ഞ് കാത്തു നിൽക്കും, നബിയെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുമെന്നാണ്. അതിനുശേഷം ഉച്ചയായപ്പോൾ ആടിനെ മേച്ചുകൊണ്ട് ഒരാട്ടിടയം വരുന്നത് കണ്ടു. അല്പം പാല് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു. നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ പാല് കറന്നെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്തു. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പാലുമായി ഞാൻ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ എങ്ങനെ വിളിക്കും? പക്ഷേ അൽഹംദുലില്ലാ, അദ്ദേഹം എത്തിയപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണു തുറന്ന് നോക്കി, പാല് കുടിക്കാൻ കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വേർഡുണ്ട് അവിടെ, ഫശരിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ റളീതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാല് കുടിച്ചു, എനിക്ക് തൃപ്തിയായി. പാല് കുടിക്കുന്നത് റസൂലാണ്, വയറ് നിറയുന്നത് ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അതെന്തൊരു സ്നേഹമാണ്! അത്രമാത്രം സ്നേഹമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഖലീലായി തിരഞ്ഞെടുത്തിരിക്കുന്നു. മനുഷ്യരിൽ നിന്ന് ആരെയെങ്കിലും ഞാൻ അങ്ങനെ തിരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം ആ മഹത്തായ സ്നേഹമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിൽ ഏറ്റവും
ഏറ്റവും ഫളലുള്ള വ്യക്തി, ഏറ്റവും അധികം ഈമാനുള്ള വ്യക്തി അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് നാം പഠിപ്പിക്കപ്പെടാനുള്ള കാരണം ആ നിലക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ കാണിച്ച സ്നേഹത്തെ നാം മനസ്സിലാക്കുക. അതുപോലെ പ്രവാചകനെ സ്നേഹിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم على عبدك ورسولك محمد النبي الأمي وعلى آله وأصحابه أجمعين. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്വഹാബികൾ ഒന്നടങ്കം ഹിജ്റക്ക് തയ്യാറായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആദർശത്തോടുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹവും കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മൻ കാനത ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും ആരാണോ ഹിജ്റ പോകുന്നത്, അവിടെ റസൂലിനെ കൂടി അവിടെ ചേർത്ത് പറഞ്ഞു, ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. എങ്കിൽ അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീന കാത്തിരിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരാൻ വേണ്ടി. പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്കറിയാം ഒരു 7 ദിവസമൊക്കെ എടുക്കും മക്കയിൽ നിന്ന് മദീനയിലെത്താൻ. എന്നാലും എല്ലാ ദിവസവും അവരൊന്ന് കയറി നോക്കും ഉയരങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ മദീനയിലെത്തിയപ്പോൾ അദാഅ മിൻഹാ കുല്ല ഷൈ. അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിലേക്ക് പ്രവേശിച്ചപ്പോഴേക്ക് അക്ഷരാർത്ഥത്തിൽ മദീന മുഴുവൻ പ്രകാശം കൊണ്ട്, വെളിച്ചം കൊണ്ട് നിറഞ്ഞു എന്നാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം കൊണ്ട് അവിടെ മുഴുവൻ പ്രകാശപൂരിതമായി എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ സ്വഹാബികൾ ജീവൻ വരെ നൽകിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന് അദ്ദേഹം മുസ്ലിം അല്ല എങ്കിലും അദ്ദേഹം പറയുകയാണ്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് നബിയെ സ്നേഹിച്ചതുപോലെ ലോകത്ത് ഒരാളും ഒരാളെയും സ്നേഹിച്ചിട്ടില്ല എന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുമാറ് അത്രമാത്രം ആ പ്രവാചകനെ സ്നേഹിച്ചു. ഞാനും നിങ്ങളും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേ അറ്റം സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾക്കും പരിപൂർണ്ണ മുഅ്മിനാവാൻ കഴിയില്ല. മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെക്കാളും നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടാകുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രവാചകനെ നമ്മുടെ ജീവനേക്കാൾ നാം സ്നേഹിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? പ്രവാചകൻ്റെ ചര്യകളെ പിൻപറ്റിക്കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാഇ ചെയ്യണം, എൻ്റെ ചര്യകളെ പിൻപറ്റണം. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകുന്നതുമാണ്. അതുകൊണ്ട് പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റുക, അങ്ങനെ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് നാം പ്രകടിപ്പിക്കുക. തീർച്ചയായും എങ്കിൽ അല്ലാഹുവിൻ്റെ സ്നേഹവും നമുക്ക് തിരിച്ചു കിട്ടും. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ടും ഇത്തിബാഇ ചെയ്തുകൊണ്ടും യഥാർത്ഥ മുഅ്മിനുകളായി മുസ്ലിമുകളായി നാം ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ വഗ്ഫിർ ലനാ വർഹംനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.